ഏവർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. നോൻപിൻ്റെ 10-ാം ദിവസത്തെ വചനധ്യാനത്തിനായി തിരഞ്ഞെടുത്ത വേദഭാഗം 1 കൊരിന്ത്യർ 1 മുതൽ 18 വരെയുള്ള വചനങ്ങൾ. ഈ ഭാഗത്തു നിന്നും ദൈവിക വിശ്വസ്തതയിൽ വിശ്വസിച്ചൊരു യാത്ര എന്ന വിഷയത്തെക്കുറിച്ചും ധ്യാനിക്കുവാൻ നിങ്ങളുടെ ഏവരുടെയും ശ്രദ്ധ ക്ഷണിച്ചുകൊള്ളുന്നു. ക്രിസ്തു സഭയുടെ സ്വഭാവത്തെയും നിയോഗത്തെയും പറ്റി മനോഹരമായി വർണ്ണിച്ചിരിക്കുന്ന വചനഭാഗമാണ് ഇത്. വിശ്വാസ സമൂഹം നിലനിൽക്കുന്നത് ദൈവിക വിശ്വസ്തയിൽ സങ്കേതപ്പെട്ടുകൊണ്ടാണ്. 1. സഭ വിളിക്കപ്പെട്ടവരുടെയും വിശുദ്ധീകരിക്കപ്പെട്ടവരുടെയും കൂട്ടായ്മയുമാണ്. പഴയ നിയമത്തിൽ ഇസ്രായേലിനെ യഹോവയുടെ സഭ എന്ന് വിളിച്ചിരുന്നു. യഹോവ വിളിച്ചുകൂട്ടിയ സഭ എന്ന തരത്തിൽ യഹോവയെ ബഹുമാനിക്കുകയും ആദരിക്കുകയും യഹോവയുടെ സാന്നിധ്യം അറിയുകയും ചെയ്യുന്ന ഇടമാണത്. പുതിയ നിയമസഭയും അപ്രകാരം ദൈവഹിത പ്രകാരം വിളിച്ചു ചേർക്കപ്പെട്ട ദൈവിക വിശുദ്ധിയുടെ ഇടമാണ്. ദൈവവചനം കേട്ടും അതിനാൽ ശുദ്ധീകരിക്കപ്പെട്ട സ്ഥാനസമിതമായ ശുദ്ധീകരണം അനുഭവിച്ചവരാണ് സഭാംഗങ്ങൾ. എന്നാൽ അവർ പാവമുള്ള സമൂഹത്തിൽ ജീവിക്കുന്നതിനാൽ യേശുവിൽ വസിക്കുന്നതിലൂടെ തുടർന്നും ഈ ശുദ്ധീകരണം അനുഭവിച്ചു കൊണ്ടേയിരിക്കണം. അപ്പോൾ മാത്രമേ ഫലം കായ്ക്കുന്നതിന് കഴിയുകയുള്ളൂ. യേശുവിൻ്റെ കൽപ്പനകളെ ആചരിക്കുന്നതിലൂടെയാണ് വിശുദ്ധീകരണ തരത്തിൽ തുടരാൻ കഴിയുന്നത്. അപൂർണതകളുടെയും അശുദ്ധിയുടെയും കുറേയേറെ അടയാളങ്ങൾ ഉണ്ടായിരുന്നിട്ടും കൊരിന്ത് സഭയിലെ അംഗങ്ങളെ വിശുദ്ധൻ എന്ന് പൗലോസ് അഭിസംബോധന ചെയ്യുന്നത് അവർ യേശുവിൻ്റെ രക്തത്താലും വചനത്താലും ശുദ്ധീകരിക്കപ്പെട്ടവരും ആ വിശുദ്ധിയിൽ വളർന്നു വരുന്നതിന് യോഗ്യതയും സാധ്യതയും ഉള്ളവരാകുകയാലും ആണ്. നോൻപുകാല യാത്രയിൽ ഈ ശുദ്ധീകരണ അനുഭവം വർദ്ധിതമായി അനുഭവിക്കേണ്ടതുണ്ട്. 2. ദൈവിക വിശ്വസ്തതയിൽ വിശ്വസിച്ച് യാത്ര ചെയ്യുന്നവരുടെ സമൂഹമാണ് സഭ. യേശു ക്രിസ്തുവിലൂടെ വിശ്വാസികൾക്ക് നൽകപ്പെട്ടിരുന്നത് ദൈവകൃപയാണ്. ദൈവിക വിശ്വസ്തതയിൽ വിശ്വസിച്ചു യാത്ര ചെയ്യുന്നവരുടെ സമൂഹമാണ് സഭ. യേശു ക്രിസ്തുവിലൂടെ വിശ്വാസികൾക്ക് നൽകപ്പെട്ടിരിക്കുന്നത് ദൈവകൃപയാണ്. ജീവിത നിയോഗവും സാക്ഷ്യ ജീവിതവും പൂർത്തീകരിക്കുന്നതിന് വിശ്വാസിയിൽ പകരപ്പെടുന്ന ദൈവഫലത്തിന്റെ അനുഗ്രഹമാണ് ദൈവകൃപ എന്നത്. ഓരോരുത്തരുടെയും നിയോഗങ്ങൾ നിറവേറുന്നതിനുള്ള ശക്തി ദൈവം പകരുന്നുണ്ട്. വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. പൗലോസ് കൊരിന്ത്യരുടെ ഇടയിൽ പങ്കുവച്ച ദൈവകൃപയുടെ സാക്ഷ്യം കൊരിന്തു സഭ അംഗങ്ങളിൽ യാഥാർത്ഥ്യമായതായി അപ്പോസ്തലൻ എഴുതുന്നു. ശക്തനാക്കുന്നവൻ മുഖാന്തരമാണ് താൻ സകലത്തിനും മതിയാകുവാനായി തീരുന്നത്. യേശുക്രിസ്തുവിന്റെ പുനരാഗമനം വരെയും വിശുദ്ധിയോടും ബലത്തോടും നിന്ന് സാക്ഷി നിർവഹണം നടത്താൻ ദൈവം ശക്തീകരിക്കും. നോൻപുകാല ചര്യകൾ യേശുക്രിസ്തുവിലുള്ള ഈ വിശ്വാസം വർദ്ധിക്കുന്നതിന് മുഖാന്തരമായി തീരേണ്ടതുണ്ട്. ദൈവമായ കർത്താവെ അവിടെ നിന്ന് വിളിച്ചു വിശുദ്ധീകരിച്ചു നിയോഗം തന്നതിനാൽ സ്തോത്രം. നീ മാത്രമാണ് നാഥ പരിശുദ്ധൻ. ശക്തീകരിക്കുന്ന ദൈവകൃപയിൽ ശരണപ്പെട്ട് ക്രൂസിന്റെ പാതയിൽ കാൽവരിയോളം യാത്ര ചെയ്യുവാൻ ദൈവമേ സഹായിച്ചു കൊള്ളണമേ. ആമേൻ.